ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ റിയാദുൽ ജന്നയിലൂടെ കടന്നു പോയാൽ, തോട്ടങ്ങളിലൂടെ സുന്ദരമായ പൂന്തോപ്പുകളിലൂടെ നിങ്ങൾ കടന്നു പോയാൽ, ആ തോട്ടങ്ങളിൽ കയറി നിങ്ങൾ അതിലൽപ്പനേരം ഇരുന്ന് ഉല്ലസിക്കണമെന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗീയമായ തോട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ അതിൽ കയറി നിങ്ങൾ അല്പനേരം ഉല്ലസിക്കണമെന്ന് പുണ്യനബി സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ റിയാദുൽ ജന്ന, സ്വർഗത്തിലെ തോട്ടങ്ങൾ ഭൂമിയിലോ നബിയേ? അങ്ങ് പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. വമാ റിയാദുൽ ജന്ന യാ റസൂലല്ലാഹ്, ഭൂമിയിലെ അല്ലാഹുവിൻ്റെ ഭൂമിയിലെ സ്വർഗത്തിലെ തോട്ടങ്ങൾ ഏതാണ് യാ റസൂലല്ലാഹ്? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ, ഭൂമിയിലെ സ്വർഗത്തിൻ്റെ പൂന്തോപ്പുകൾ എന്ന് പറഞ്ഞാൽ മജാലിസുദ്ദിഖർ, ദിക്റിൻ്റെ മജ്ലിസുകളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ശരിയല്ലേ? മജാലിസുദ്ദിഖർ എന്താ? ദിക്റിൻ്റെ മജ്ലിസിൽ എന്നാൽ ആനന്ദം കൊള്ളുന്നത് അല്ലാഹുവിനെ ഓർത്തുകൊണ്ടാണ്. ആനന്ദം. മുഅ്മിനിന്റെ ആനന്ദം എവിടെയാണ്? മജാലിസുദ്ദിഖർ, ദിക്റിന്റെ മജ്ലിസുകളാണെന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി. അവരുടെ മനസ്സിന് സമാധാനം കിട്ടുക അപ്പോഴാണ്, അവരുടെ മനസ്സ് ശാന്തമാകുന്നത് അപ്പോഴാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, റബ്ബിനെ അല്ലാതെ മറ്റൊരാളെയും പ്രതീക്ഷിക്കാതെ വന്ന ഈ സദസ്സിൽ ഒരുപാട് ആളുകളുണ്ട്, ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളുകൾ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം ബൈളാവിയെ പോലെയുള്ള മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളാണ് നിസ്കരിക്കുന്നത്, ഞാൻ ഒറ്റക്ക് നിസ്കരിക്കുകയാണെന്ന് വെക്കുക. ഞാൻ ഓതുന്നത് എന്താ? ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. സത്യത്തിൽ ഇവിടെ ഞാൻ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ ഞാൻ പറയേണ്ടത് ഇയ്യാക അഅ്ബുദു വ ഇയ്യാക അസ്തഈൻ എന്നല്ലേ? ഞാൻ നിന്നെ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞാൻ സഹായം ചോദിക്കുകയും ചെയ്യുന്നുവെന്നല്ലേ പറയേണ്ടത്? കാരണം നിസ്കരിക്കുന്ന ഒരാൾ ആണല്ലോ ഇവിടെ ആലിമികൾ രേഖപ്പെടുത്തുന്നു, ഒറ്റക്കാണ് നിസ്കരിക്കുന്നതെങ്കിലും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നു തന്നെയാണ് അയാൾ പറയേണ്ടത്. എന്തുകൊണ്ട്? അങ്ങനെ അയാൾ പറയുമ്പോൾ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നോട് മാത്രം സഹായം ചോദിക്കുകയും ചെയ്യുന്നു എന്ന് ഈ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾ പറയുന്നതോടെ അയാൾ ലോകത്ത് മറ്റെല്ലാ നിസ്കാരക്കാരെയും തൻ്റെ കൂടെ ചേർത്തു. ലോകത്ത് റബ്ബിനോട് സഹായം ചോദിക്കുന്ന എല്ലാ ആളുകളെയും അയാൾ തൻ്റെ കൂടെ ചേർത്തു. അപ്പോൾ അയാൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആളുകളിൽ ഒരു കണ്ണിയായി, അല്ലാഹുവിനോട് മാത്രം സഹായം ചോദിക്കുന്നവരിൽ ഒരാളായി. ഇനി ചിന്തിക്കണം, അപ്പം എന്തായി? ഇയാൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ ഇയാൾ സ്വീകാര്യോഗ്യനാകണം എന്നില്ല. അല്ലാഹുവിനോട് ഇയാൾ സഹായം ചോദിച്ചാൽ, ഒറ്റക്ക് ഇയാൾ ചോദിച്ചാൽ സഹായം ലഭിക്കാൻ അർഹനാകണമെന്നില്ല. കാരണം എന്താ? ഇയാൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ആളാ. പക്ഷേ ലോകത്തെ എല്ലാവരെയും അയാൾ തൻ്റെ ഇബാദത്തിലും പ്രാർത്ഥനയിലും സഹായ അർത്ഥനയിലും ഉൾക്കൊള്ളിച്ചതുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരാളായി ഇയാൾ. ഈ ലക്ഷക്കണക്കിന് ആളുകളിൽ അല്ലാഹു സ്വീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളോടൊപ്പം അയാൾ തന്നെ ചേർത്തപ്പോൾ അയാളുടെ നിസ്കാരവും ഇബാദത്തും അല്ലാഹു സ്വീകരിക്കുന്നുവെന്ന് മഹാന്മാരായ ആലിമീങ്ങൾ അതിൻ്റെ തത്വത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ വചനങ്ങൾ കേട്ട് ഏതെങ്കിലും ഒരു മനസ്സിന് നന്നാവണമെന്ന് തോന്നിയാൽ നമ്മളത് വാങ്ങിയിട്ട് കൊടുക്കാൻ നമ്മളതിന് കാരണക്കാരൻ.
ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. നീ മുഖേന ഒരാൾ നന്നാകുന്നത് ഭൂമിയിലും അതിലുള്ള സർവവും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അതാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ ഈ പണിയിൽ നിന്ന് മാറി നിൽക്കാൻ മനസ്സനുവദിക്കാത്തതും. ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുല ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. നീ മുഖേന ഒരാൾ നന്നാകുന്നത് ദുന്യാവും അതിലുള്ള സർവവും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ നല്ലതാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി.